അഞ്ഞോ വാ കൊറേ വെള്ളം ശേഖരിച്ചിക്കണല്ലോ. ഇനി ബർത്ത്ഡേ പാർട്ടിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ആള് ഒഴിച്ചിട്ടേരും. എടി 4 പക്ഷെ ചെറിയ പങ്കിയാണ് നമ്മളെ വിമാനത്തിന്റെ ഏകദേശം അങ്ങനത്തെ പങ്കായിട്ട് വരും ഇത്. അസ്സലാമലൈക്കും. അപ്പൊ നമ്മളൊരു ബ്രാൻഡും കാര്യമൊക്കെ റിവീൽ ചെയ്തൊന്നും തുടങ്ങിയത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇന്നലെ നമുക്ക് ലോങ് എടുക്കാൻ പറ്റിയില്ല. എന്താന്ന് വിചാരിച്ചാല് ചാടാപ്പാട അങ്ങോട്ട് പാച്ചിലും ഇങ്ങോട്ട് പാച്ചിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് നിൽക്കാൻ ഇരിക്കാനോ നമുക്ക് നേരല്ലേ. ഇനി അപ്പൊ നമ്മളിന്ന് സെക്കൻഡ് കോസ്റ്റ്യൂമും കാര്യമൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 699 രൂപയാണ്. ഒരു പാകിസ്ഥാനി ആ മോഡലത്തെ ഒരു ചുരിദാറാണ് ഇത് വരുന്നത്. അത് നമ്മള് പുറത്തുനിന്ന് അതിന് നമ്മള് വീഡിയോ എടുത്തീനെ. കഴിഞ്ഞ റിവ്യൂലും കാര്യമൊക്കെ നമ്മള് ഓടിച്ചോടുത്തുനിന്ന് അതിന് എടുത്തീനെ. ഇത് വരുന്നത് ഒടുക്കതമായ. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ കുറെ വന്ന് ഉള്ള കയറിക്കോളി വേണ്ടേ ഞങ്ങൾ വിടുന്നോളെ കുട്ടീനേര് മയം കൊണ്ട് എനിക്ക് ഒറ്റ ഫ്രെയിം കൊടുത്തിട്ടുള്ളൂ, എല്ലാം ഒന്നും എടുത്തിട്ടില്ല. അതിൽ പെരും മഴ അതിലാ കാക്കാർ ഒന്ന് കയറിക്കോളി മാണ്ടാക്കാം. പിന്നെ മഴ കയ്യിന്ന് പോയിട്ട് നനയിൽ തുടങ്ങി. അതിൽ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ടൈറ്റായിട്ടാ നിൽക്കണം കയറിക്കൂടെ ഉള്ളിൽ പോയിച്ചത്. ഞങ്ങളിപ്പോ കേറി നമ്മളിവിടെ ഉപ്പട ചാത്തന്റെ അവിടെ നമ്മള് കറക്റ്റ് ലൊക്കേഷൻ ഓഡിറ്റോറിയം അല്ലേ അതിന്റെ ഡീ കൂടെ. അപ്പൊ അത്യാവശ്യം നല്ല വലിയൊരു ഓഡിറ്റോറിയം. ഇവിടെ 4 പണി കഴിഞ്ഞ് ഒക്കെ സെറ്റായി കഴിക്കും. നല്ല അടിപൊളി ഓഡിറ്റോറിയാണ്. അത് നമുക്ക് അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് കാട്ടിത്തരാം. കല്യാണമൊക്കെ ലോലൊക്കെ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്ത് വന്നോളി. നമ്പറും കാര്യമൊക്കെ വേണമെങ്കിൽ നമ്മള് ഇതില് കൊടുക്കാം. അപ്പോ ഞങ്ങളും ആദ്യമായിട്ടാണ് സംഭവം കാണുന്നത്. ഞങ്ങള് വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ്. നമ്മളെ നാട്ടിലാണ് ഈ ഓഡിറ്റോറിയം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലേറ്റ് ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോഷൂട്ടും കാര്യത്തിനൊക്കെ വരും അല്ലേ. ഇതൊക്കെ കാണാതില്ല കേട്ടോ. വമ്പ സെറ്റപ്പ് നല്ല വലിയതാണ്. എത്ര ആൾക്ക് വേണമെങ്കിലും അത്യാവശ്യം. ഓ മേലെ നോക്കടി. നേരത്തെ കല്യാണം കഴിച്ചോയി. ഓ തിയേറ്ററത്തെ മാതിരില്ലടി. കസേരയും സാധനങ്ങളൊക്കെ സെറ്റ് സാധനം കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ചേട്ടനാ കാക്കി ആരാണ്? അപ്പൊ നിങ്ങള് പറഞ്ഞോളി. നാട്ടിലെ ഇത്രയും പ്രീമിയായിട്ടുള്ളൊരു കൺവെൻഷൻ സെൻ്റർ ആണ്. നമ്മളീ പരിസരത്ത് ഇങ്ങനെ ഇങ്ങനത്തെ കൺവെൻഷൻ സെൻ്റർ ഇല്ല. നമുക്ക് നമ്മളെ നാട്ടുകാരും പഞ്ചായത്തിലുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പാക്കേജുകൾ തയ്യാറാക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് പരമാവധി ആളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളിവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. എല്ലാവരും വരിക. പരിപാടികളൊക്കെ നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക വിലപ്പെട്ട മുഹൂർത്തങ്ങളൊക്കെ വിസ്മയമാക്കി നമുക്ക് മാറ്റാം. എല്ലാവരും വരിക, സഹകരിക്കുക. ഇനി ഇവിടുന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെയും പറ്റൂലേ? ഫോട്ടോഷൂട്ട് നമുക്ക് സെപ്പറേറ്റ് ഫോട്ടോഷൂട്ടായിട്ട് മാത്രം മണിക്കൂറിന് പറഞ്ഞിട്ട് പാക്കേജായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഡ്രസ്സും ചേഞ്ചിങ് റൂമും അടക്കമുള്ളത് വേണമെങ്കിൽ ആ ഫോട്ടോഷൂട്ടിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ രീതിയിലും ചെയ്യാം. മീറ്റിങ്ങുകൾ, കല്യാണങ്ങൾ, എൻഗേജ്മെൻറ്റുകൾ, അങ്ങനെ എല്ലാ സംവിധാനത്തിലും ആളുകൾ കൂടിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലും AC നോൺ AC വിഭാഗത്തിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രയർ റൂം, ഫീഡിംഗ് റൂം, ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ സ്യൂട്ട് റൂമുകൾ, മേക്കപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മളെ 400 പേർ കാറുകൾക്ക് പാർക്ക് ചെയ്യാം. 700 പേർ ആളുകൾ മെയിൻ ഹോട്ടലുകളിൽ ഇരിക്കും. 500 പേർ ആളുകൾ ഒറ്റ തവണ ഡൈനിങ് ഹാളിൽ ഇരിക്കാം. വലിയ കിച്ചൺ, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മുഴുവൻ ആളുകൾ വന്ന് സഹകരിക്കാം. കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുക. നമുക്കിത് കാണാൻ വേണ്ടിയുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ സംഭവം തെറ്റായില്ലേ. സെപ്പിക്കുന്ന പെണ്ണ് ഏകദേശം അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ. ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനി കെട്ടാണ്ട്. ആ അല്ലാ ഫാനാണത്. അതെ ഇവിടെ ഇതില് നോക്കുമ്പോ ചെറുതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ വലിയൊരു വിമാനം. വിമാനത്തിന്റെ പങ്കല്ലേ ഫാനാണത്. ഒരൊറ്റ ഫാൻ മതി ഈ ആള് മൊത്തം കാറ്റ് കൊള്ളാൻ കേട്ടോ. നല്ല സെറ്റപ്പ് സാധനം. ഇങ്ങനത്തെ ഫാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അല്ലാ അതിന്റെ കാറ്റ് ഇങ്ങോട്ട് വരിക. അവിടെ നോക്കി. ആ
അതിന്റെ കാറ്റ് നോക്കിയാ ഇവിടെ നിക്കുമ്പോ പേരും കാറ്റ് ഷാളൊക്കെ മാറുണ്ടടി ചോട്ടക്ക് പോണ തലയൊക്കെ കഴിഞ്ഞാടി ചാടും. എന്താ കാറ്റിട്ടോ, നല്ല കാറ്റുണ്ട്. നമ്മളൊക്കെ ഒരു പ്രത്യേക കാറ്റ്, കാരണം നിങ്ങൾക്ക് സംഭവം വല്ല കറങ്ങണുള്ളൂ, പക്ഷെ സെറ്റപ്പ് കാറ്റ് കേട്ടോ. എടി 4 പക്ഷെ ചെറിയ പങ്കിയാണ്. നമ്മളെ വിമാനത്തിന്റെ ഏകദേശം അങ്ങനത്തെ പങ്കായിട്ട് വരും ഇത്. ഇതൊക്കെ ഒരു കണ്ടുപിടുത്തല്ലേ. പിന്നെന്തൊക്കെയാ ഇതിനുള്ളത്? ഇതിനെന്തല്ലേ TV ഒക്കെ ഉണ്ട്. ആ TV എല്ലായിടത്തും ഇങ്ങനെ ഉണ്ട്. ബോക്സ് ഉണ്ട്. ബോക്സ് പിന്നെ വേണല്ലോ. ഏത് ബസ്സിന്റെ കാര്യത്തിൽ ഇറങ്ങിയിട്ട് മഴ പെയ്തോണ്ട് ഇപ്പൊ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റില്ല. കാരണം നമ്മളെ കുടുംബക്കാരെ കല്യാണം ഒന്നും ആവില്ല ഇവിടെ. അപ്പൊ പിന്നെ കുഴിച്ചാത്ത കല്യാണത്തിന് കേറി ചെന്ന് തിന്നാൻ പറ്റൂലല്ലോ. തിയേറ്ററിന്റെ ലുക്ക് അല്ലേ? തിയേറ്റർ തന്നെ കടക്കാനും പറ്റും. ഒന്ന് ഇരുന്നതില് നോക്കട്ടെ. എന്തേലും പൊട്ടിയാ നന്നായി കൊടുക്കണമെങ്കിൽ വേണ്ടി വരും. അത് ഇനി ഈ സ്റ്റേജിന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വരിക്കാരല്ലേ? അവിടെ അടിച്ചേരാൻ ചേച്ചിട്ട് എന്നും ഉണ്ടാവും. എടി ഈ സാധനം ഇതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മഴ കൂടുതലല്ലാതെ ഇവിടെ കുറയുന്നില്ലെന്ന്. മുന്നിലിരിക്കണവർക്ക്, കാരണം ഓലെ പെരക്കാരുണ്ടാകുമല്ലോ, ചെക്കൻ്റെ വെളിയിൽ പെരക്കാർക്ക് ഇവിടെ സോപ്പ് ഐറ്റംസ് ഒക്കെ മുന്നിൽ തന്നെ ഉണ്ട്. അങ്ങനെ പിന്നെ എന്തൊക്കെയാ ഞങ്ങക്ക് പറഞ്ഞു തരാൻ അറിയില്ല. എന്തൊക്കെയുണ്ട് ഇവിടെ? ആദ്യമായിട്ട് മറ്റേ വണ്ടർലി പോയ ആദ്യമാണ്. ആ ഫേൻ അത്ഭുതമായിട്ട് വലിപ്പുണ്ട്. ഒരു ഹെലികോപ്റ്ററിന്റെ വലിപ്പം എന്താണോ അത്രയും വലിപ്പുണ്ട് ആ ഫേനില്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയില് കണ്ടാൽ ആ സൈസ് അതിന്റെ കാറ്റാണ്. അതിന്റെ കാറ്റ് ഇങ്ങോട്ട് വരെ കാറ്റുണ്ടേ. അല്ല ഈ ഷാളൊക്കെ ഇവിടെ നിന്ന് പാറണെങ്കില് ഈ ശനിയാഴ്ച കല്യാണം ഉണ്ടോ? ചേച്ചി നിങ്ങക്ക് ഈ ആ പങ്കിനെ പറ്റി നിങ്ങക്ക് എന്താ പറയാല്ലേ? 2 വാക്ക് പറഞ്ഞാണി. ആണല്ലേ? ഞങ്ങള് ആദ്യമായിട്ട് കാണുക. ഇമ്മേ അവിടെ സ്റ്റെപ്പ് ഉണ്ടേ. ഞാനവിടെ പുകാൻ പോയി. നമ്മളോട് ഇവിടുന്ന് ഡ്രസ്സിന്റെ ചെയ്യാന്. അപ്പൊ എല്ലാരും സപ്പോർട്ട്, നമ്മളെ നാട്ടുകാരായാലൊക്കെ സപ്പോർട്ടാണ്. അപ്പൊ ഇതിന്റെ പേരെന്ന് പറയുന്നത് തനിമ എന്നാട്ടോ. തനിമ ഓഡിറ്റോറിയം. പുറത്താണെങ്കിൽ പെരും മഴ കേട്ടോ, ഒരു രക്ഷയില്ല. മുടിഞ്ഞ മഴ. ഞങ്ങള് പുറത്ത് നിന്ന് കൊറേ നേരം നോക്കി. അപ്പോഴാണ് ഇവര് ഇങ്ങോട്ട് പോരിയായിരുന്നത്. ഇവിടെ നല്ല നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാൻ പറ്റും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ പെരീക്ക് പോണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്റെ കുട്ടിക്ക് തിന്നാനും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എടി ഞാൻ എങ്ങനെ പെരീക്ക് പോകുക? ഓട്ടോറിക്ഷ വിളിച്ച് പോകണ്ടല്ലോ മിക്കവാറും. ഇതെന്താ ബ്രൈഡലിനല്ലേ? വിശ്രമിക്കാൻ അങ്ങനെ റൂം. ഇനിയിപ്പോ ഒരുങ്ങണെങ്കിൽ ഇവിടെ നിന്ന് മേക്കപ്പും കാര്യമൊക്കെ അങ്ങനെയൊക്കെ തിരിഞ്ഞൊക്കെ നോക്കി സെറ്റാന്ന് പറയുകയാണെങ്കിൽ ഒരു കണ്ണാടി, പിന്നെ അവിടെ ബാത്റൂം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ബാത്റൂം ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇതിൽ കുറെ പരിപാടികളുണ്ട്. അപ്പൊ നമ്മള് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്നൊരു വാണ്ടൂര് ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഉപ്പട, നിലമ്പൂര് ഉപ്പട, മുണ്ടേരി റോഡ്, അടുത്ത സൂപ്പർ മാർക്കറ്റിന് നേരെ ഇപ്പുറത്ത് തനി മൂന്നുകൂര്. അത് നമ്മളെ പരിപാടിക്ക് തുടങ്ങട്ടെ. ഞങ്ങക്ക് വീഡിയോ എടുക്കണമെങ്കിൽ കുട്ടീനെ നോക്കാൻ ആളില്ല. എന്റെ കുട്ടീനെ അവിടെ ഇരുത്തിക്കോനെ. എന്റെ ചുണ്ണിനെ
ആ അവിടെ ഉണ്ടല്ലോ എങ്ങനെ സ്പേസ്. അടിയിൽ ഭക്ഷണം കഴിക്കണ്ടേ? കല്യാണം നടന്നാൽ മാത്രം മതിയോ? ചിലവർക്കെല്ലാം ചോറ് തിന്നാനായിട്ടേ വരുന്ന അറിയോ? ഇന്നലെ മ്യൂസിയം കൂട്ടി പോയി ആ തീമിലാണ് എന്താ സെറ്റില് എന്തപ്പത്തെ മഴനെ കുറിച്ച് പറയാല്ല. എന്താ വെച്ചാ മഴ പെയ്ത 1.5 മഴ പെയ്യലും അല്ലെങ്കിൽ പെരും പെയ്യലുമാണ്. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ക്ലിയർ ഉണ്ടോ? അപ്പൊ ഇനി ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളും എടുക്കണത്. അതിലെ വേറെ വഴി, ഇതിലെ വേറെ വഴി. എടി ലിഫ്റ്റ്, എടി ലിഫ്റ്റ്, ലിഫ്റ്റടാ ലിഫ്റ്റ്. ആ ആ അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ആ വരാൻ പറ്റൂലെന്ന് പറയണോലുണ്ട്. പ്രത്യേകം പറഞ്ഞാൽ മതി. നമ്മളീ ഓഡിറ്റോറിയത്തിൽ ലിഫ്റ്റും കാര്യമൊക്കെ ഉണ്ട്. ഇനി മുട്ടുവേദന ഊരവേദന ഒക്കെ ഉള്ളവർക്ക് ലിഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇത് പിന്നെ കല്യാണം കഴിഞ്ഞ് പോകാല്ല വയ്യാത്തോണ്ട് അതിലെ കയറി അതിലെ പോകുക. ആ അതില് ചോറുന്നാൻ പോകാല്ല വയ്യാട്ടോ. താഴെ ചോറുന്നാനോ. നമ്മളെ വീഡിയോ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. നടന്നോടുന്ന നല്ല കാറ്റൊന്നും പോകാൻ തോന്നില്ല. നാടൊക്കെ ഇഞ്ഞോട് ആട്ടി വിടുപ്പ് ഒരു മയത്തിൽ കയറ്റിയാണ്. ശരിക്കെ ഇല്ലാത്ത വാതിലത്. അങ്ങനെ നമ്മളിപ്പോ ഇവിടെ ഇറങ്ങിയപ്പോ ഇതെന്തിനാന്ന് ചോദിച്ചപ്പോ ഓല് പറഞ്ഞ് ഫുഡ് കഴിക്കണ ഏരിയ ആണ്. അവിടെ പണി നടക്കുന്നുണ്ട്. ടേബിളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ മെയിൻ ഗസ്റ്റ് വാതിലടക്കാട് ഇപ്പോഴും പണി നടന്നുകൊണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഇതാണ് ഭക്ഷണം കഴിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയില്ല, ചേട്ടനെ ചോദിച്ചിട്ട് ഞാൻ വന്നത്. ആ ആണ്. പക്ഷെ അത് എസിയും കാര്യമൊക്കെ അല്ലേ ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ തോന്നുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു. TV കണ്ട് ഭക്ഷണം കഴിക്കല്ലേ. ഇതാ അതിൻ്റെ ഉള്ളിലൊക്കെ പോയതോല്. ആ ഒക്കെ അതേമാതിരി ഡോറൊന്നും അറിയണില്ല. VIP ഏരിയ ആണ് ഇത് എന്നാ പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞ? ആ ടേബിൾ. അപ്പോ എന്താ പറഞ്ഞാലേ അവിടെ ചിക്കനൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചാൽ ചിലവർക്ക് ഈ സദ്യ പച്ചക്കറി മാത്രം തിന്നണോൽക്ക് ഒപ്പം തിന്നാണ് ഇടങ്ങാറാവുമല്ലോ. എന്റെ രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പൊ ഓൽക്കായിട്ട് വേറെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഇനി ഇത് ബർത്ത്ഡേ പാർട്ടിക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ആൾ ഒഴിച്ചിട്ട് തരും. അങ്ങനെ 4-5 ഓപ്ഷൻ പോലെ ഇങ്ങനെ പറഞ്ഞു. ഇനി നമ്മുടെ വലിയ ആൾക്കാരുടെ പരിപാടിയാണെങ്കിൽ അതിലും വലിയ ആൾക്കാരെ കല്യാണം വിളിച്ചോലോ. അപ്പൊ വലിയ ആൾക്കാർക്ക് ഇരിക്കണമെങ്കിൽ ഇവിടെ ഇരിക്കാം. നമ്മളൊക്കെ പിന്നെ എടാ പോട എന്തെങ്കിലും ഭീകര കല്യാണമൊക്കെ ഇൻഷാല്ലാ. ക്ലാസ് അതിനൊക്കെ പൊട്ടിയാണല്ലോ. ഒക്കെ നല്ല രസമുണ്ടല്ലേ. എടി അവിടെ ഉണ്ടോ പുറത്തേക്ക വാഷ് ബേസും കാര്യമൊക്കെ ഇവിടെ. എല്ലാം കൊണ്ട് സെറ്റാണ്, ഉഷാറാണ്. അത് പുറത്തേക്ക് കേൾക്കാനാ ഡോറില്ലേ. ഞങ്ങളൊരു ഫോട്ടോ സ്മൈൽ പ്ലീസ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഓഡിറ്റോറിയം വരിക എന്ന് പറഞ്ഞാണ്ടല്ലോ എല്ലാവർക്കും അത്ഭുതം. കാരണം ഈ പണിയൊക്കെ നടക്കുമ്പോഴേ ഇതിന്റെ ഒരു മോഡൽ ഫോട്ടോ അവിടെ മുന്നിൽ വെച്ച് കുറച്ചുകൊണ്ട് അത്രയും വലിയ ഓഡിറ്റോറിയം നമ്മളിവിടെ ഇത് പണിയെടുക്കുമ്പോൾ തന്നെ നമ്മളിവിടെ അങ്ങനത്തെ ഒന്നും വലുതില്ല. അപ്പൊ പുറത്ത് ഇപ്പോഴും മഴ അത്യാവശ്യം പെയ്യുണ്ട്. ഒന്നങ്ങോട്ട് നിന്നിക്കണ്. ഇപ്പൊ ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. ഇവിടുത്തെ മുറ്റത്തെ സ്പേസ് സ്ഥലമൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടു കാണും. പുറത്ത് നല്ല രസമുണ്ട് കാണാൻ. നല്ല വൈബുള്ള സ്ഥലമാണ്. എവിടെ നിന്നും വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഒക്കെ വെറൈറ്റി ഏരിയ കേട്ടോ. വേറെ വേറെയാണ്. ആ കുട്ടീനെയും കൊണ്ട് അവിടെ നിൽക്കുക. ഇപ്പൊ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുക്കുകയാണെങ്കിൽ ഏത് ഏരിയ വേണമെങ്കിലും സെലക്ട് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഓഡിറ്റോറിയം വരുന്നത്. മഴ ആയാലും വേണ്ടില്ല, മഴയൊക്കെ നനഞ്ഞ് ഞങ്ങളെ പണി എടുക്കണ് ഗൈസ്. പോവല്ലേ അതിനിട്ടോട് പോടാ, പേടിയില്ല പോടി. പെരും മഴയല്ലേ, ചെവി കണ്ട് പീടിക്കറിക്കണ് മുട്ടായി അങ്ങനെ. എങ്ങട്ട് ജി? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ പുറം വരുന്നത്. ഇത് ബേക്കത്തെ ഗേറ്റ്, ഇത് ഫ്രണ്ട് അടി. അപ്പുറത്തെ ഗേറ്റ് ഉണ്ടോ മുന്നിൽ അവിടെ? ഇതാണ് ഫ്രണ്ടില്ലേ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി കൊയങ്ങി മയത്ത് ഓസിക്കൊന്നും ചെലോലൊക്കെ. ആരായി തന്നോ? ആരായി തന്നെ? ഓസിക്ക് തിന്നണോലൊക്കെ ഉണ്ട് ഇവിടെ. ഡബിൾ മിൽക്കിന്റെ പൈസ ഇട്ടിട്ടില്ല. ഞങ്ങളതൊക്കെ ദഹിച്ചു പോണ്. എന്റെ കൊടുക്ക് കൂട്ടാണ് ചോറുന്നിട്ടില്ല കേട്ടോ. ചോറിനാതെ പൈച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനാ. ഇനി എനിക്ക് പറ്റൂല. നീ അന്നെ അങ്ങനെ കൊണ്ടെടുക്കടാ. പിരാഗിട്ട് കുറയുന്നില്ലത്. ആ കമ്പനി ടൈറ്റാക്കി അടിച്ചോണ്ടാ സിഫ്ന. ആ കൊണ്ടുപോയി നോക്കാം നാമച്ചെടുത്തിട്ട് ഇജുണ്ടായിരിക്കും ലാസ്റ്റ് നമ്മള് പറഞ്ഞ് ഇനി പോവുകയാണ്. പോവല്ലേ വേഗം പോവാ. 5 മണിക്ക് എന്റെ കുട്ടി വരും. കവർ എടുത്തിട്ട് ഐഫോൺ മറ്റേ ഫോണിൽ കിട്ടൊക്കെ നോക്കല്ലേ ലെവലില്ല. അല്ല അപ്പൊ നമ്മള് പറഞ്ഞ് പോവുകയാണ്. നഞ്ഞോ? വാ, കൊറേ വെള്ളം ശേഖരിച്ചിക്കണല്ലോ. അയ്യേ ഉണങ്ങാനല്ലേ അതൊക്കെ. മെഷീനിലിട്ടൊന്ന് കറക്കിയാ മതി. അവിടെ കെട്ടുടങ്ങിക്കണ അങ്ങനെയല്ല അത്. കെട്ടിച്ചുട്ടാലേ 3 കുണ്ടില് 4 ഷെഫീകള് അങ്ങനെ ഓസിക്ക് എന്നിട്ട് അണ്ണാക്കിലൊക്കെ കൊടുക്കണ്ട ഐസ്ക്രീം. ഇവിടെ നക്കല തുടങ്ങിക്കണ ഒങ്ങി കിട്ടിയത് ചുണ്ടില് കിട്ടി. സ്ട്രോബറി എന്റെ കൈ വന്ന് കഴിക്കണ്. ഞാൻ ചുരിദാറിലൊക്കെ തേമ്പേ കേട്ടോ. ആ ഇല്ലേ പോവാ കൊണ്ടതാ. ചെറിയ ഇങ്ങോട്ട് സിഫ്റ്റ തിന്നണ്ടേ? ഇത് പലിയൂ ആ കിട്ടിക്കണ്. മൂപ്പർക്ക് നല്ല കിട്ടലിട്ടീക്കണ്. മാന്തണോക്കോ ആ കിട്ടിയേക്കണേ. സാധനം ഒന്നും എന്റെ പെരകണിയിൽ ഇട്ടൂടല്ലേ. എന്നാ പോവാ മയത്ത് നമ്മള് എന്താട്ടെ നമ്മള് രണ്ടാമത്തെ പോയി ഡ്രസ്സും കാര്യൊക്കെ മാറി. രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. സെയിം റേറ്റ് 699 കൊടുക്കുന്നതിന്റെ കാട്ടി കുറച്ച അത് ഓക്കെ ഇഷ്ടായി അറിഞ്ഞിട്ടാണ് ഇത്. ഞാനും നല്ല രസമുണ്ട് കേട്ടോ കാണാന്. അപ്പൊ അതിന്റെ പരസ്യത്തിന് വേണ്ടി വന്നാണ് കേട്ടോ. പരസ്യത്തിനല്ല, വേണ്ടോലെ നമ്മളെ യൂട്യൂബിൽ പറ്റൂല, ഇൻസ്റ്റയിലൊക്കെ വാട്സപ്പ് നമ്പർ നമ്മൾ ഇങ്ങോട്ട് തരാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന് റേറ്റ് വരുന്നത് 699 വസ്ത്രത്തിന് റേറ്റ് വരുന്നത് 699. ഇത് പരസ്യമായിട്ട് നിങ്ങൾ കൂട്ടിയത് നമ്മൾ നിങ്ങളോട് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ ഇനി ഡ്രസ് പോയി മാറ്റാണ്ട്. പക്ഷെ എന്താ വെച്ചാല് സാഹചര്യം അനുവദിച്ചൂലോണ്ട് പെരും മഴ കേട്ടോ. മഴയാണ്. അപ്പൊ എങ്ങനെ ആയാലും മഴ കൂടും. ഉമ്മാനെയും ഇന്ന് കൊണ്ടുവന്നു. ഉമ്മോട് പണിക്കാരായിട്ട് വർത്തനം വന്നു. അവിടെ പണി നടന്നോണ്ടിരിക്ക. ഉള്ളിലെ ഇരുട്ടാണ് മഴ ചെയ്തിട്ട്. ഞങ്ങൾക്കാണെങ്കിൽ വെളിച്ചം ആണേനും പക്ഷെ സാഹചര്യം പറ്റൂല. ഭയങ്കര മഴ. പെരിയില് വെളിച്ചോ കണ്ടില്ല. ഇതങ്ങോട്ട് ഇവിടെ വന്നപ്പോ മഴ ഞങ്ങളിവിടെ വരുവോളം മഴയല്ല. ഇനിയിപ്പോ നാളെ എന്ത് കട്ടണം? പണിയൊക്കെ നാർത്ത് വെച്ചിട്ട് ഒരു 11:30 ആകുമ്പോ നമ്മൾ ഇറങ്ങണം. അല്ല നടക്കൂല അത്. അപ്പൊ നോക്കട്ടെ. ഇനി ഡ്രസ് മാറാൻ പോകുന്നെങ്കിൽ അപ്പൊ കാട്ടിത്തരാം. ഷെഫീക്ക് ഉണ്ട് കേട്ടോ, അപ്പുറത്തെ പോലും ഉണ്ട്. അപ്പൊ ഇനി നോക്കട്ടെ ഏതായാലും. അതാ വരുന്നു ബോസ്. ഇതൊക്കെ പറയല്ലേ മഴ ഞങ്ങളിപ്പോ വന്നിട്ട് എന്താ പറയല്ലേ. ഫോട്ടോസും കാര്യൊക്കെ കഴിഞ്ഞപ്പോ നേരെ ഒന്ന് നോക്കാൻ നേരൊക്കെ കൊറേ അപ്പൊ ദാഹിച്ചപ്പോ ഞാന് കൂട്ടുകുപ്പയും കൊണ്ടുവന്ന ഇതൊക്കെ എല്ലാരും ഉണ്ട് കേട്ടോ. കാതൊക്കെ നോട്ടെ. കേക്കില്ല. പുല്ലിയത് കുടിച്ചോ? കുടിച്ചോ?
ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇന്നത്തെ പരിപാടിയാണ് ഏകദേശം കഴിഞ്ഞു. കോയങ്ങി ഇങ്ങനത്തെ പരിപാടി ഓപ്പ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് പോണം. ഞാൻ കുളിച്ചിട്ടില്ല, കുളിച്ചടോ. ഇമ്മാനി കുട്ടീനെ ആക്കി കൊടുത്തോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ബസ്സിന്റെ. ഇനി കുറച്ച് ഡിക്കിയിലുണ്ട്, ഡിക്കിയില് വെച്ചിട്ടുണ്ട്. പൈച്ചുണ്ട്, ചോറുന്നാൻ പോവുക. കഴിച്ചിട്ടേ പറയുന്ന പക്ഷെ കേൾക്കണ്ടോന്ന് അറിയില്ല. കാടൊക്കെയാണ് കൊയങ്ങിയേക്കണ കൊണ്ടാത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും. അസ്സലാമു അലൈക്കും.